നിലമ്പൂര് UDF സ്ഥാനാർത്ഥി ജയിക്കും. അൻവർ ഒരിക്കലും ആവൂല. അൻവറിന്റെ ഈ ധിക്കാരത്തിന് ഈ പാർട്ടിയിൽ UDF എടുക്കരുതെന്നാണ് എൻ്റെ വ്യക്തിപരമായി. പാർട്ടി ജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അത് കോൺഗ്രസിന്റെ UDF കുത്തക സീറ്റാണ്. പിന്നീട് അത് എൻ്റെ കാഴ്ചപ്പാട് അവിടെ UDF ജയിക്കുള്ളൂ. കഴിഞ്ഞതിന് ജയിച്ചതെന്ന് പറയുന്നത് അവൻ്റെ ധൈര്യവും പണസ്വാധീനവും വെച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ സീറ്റ് 2 തവണയും നഷ്ടപ്പെട്ടത്. സ്ഥാനാർത്ഥി പിന്തുണ കൊടുക്കാത്ത ആളിനെ UDF എടുക്കാനേ പാടില്ല. ഏറ്റവും വലിയ കക്ഷിയാണ് കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ സീറ്റിൽ ആരെ മത്സരിക്കുന്നു തീരുമാനിക്കുന്നത് കോൺഗ്രസ്സാണ്. അതിൻ്റെ കോൺഗ്രസ് സംസ്ഥാന ഘടകം തീരുമാനിച്ച് 1-2 പേര് ഹൈക്കമാൻഡിൽ കൊടുക്കും. ഹൈക്കമാൻഡ് അത് ഒന്നായി പേര് കേരളത്തിലേക്ക് വിട്ടുകഴിഞ്ഞാൽ അത് ഞങ്ങൾ ഫൈനൽ സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥിയെ ഘടകകക്ഷി അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവനെ എടുക്കാനേ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ് തോക്കില്ല എന്നാണ് എൻ്റെ 100% വിശ്വാസം. എന്നാൽ ഇവനെ എടുക്കാൻ പാടില്ല. അവൻ്റെ ഈ ധിക്കാരത്തിന് ഞങ്ങൾ കൂടെ കളഞ്ഞാൽ അവൻ ആരുമല്ലാതെ 0 ആയി പോകും. അവിടെ ഇനി CPM യമനെ എന്തൊക്കെ അവരെ 100 സീറ്റ് തോറ്റ 140 സീറ്റ് തോറ്റാലും യമനെ ഇനി എടുക്കില്ല, CPM എടുക്കില്ല. പിന്നെ UDF യമന് താങ്ങാൻ തന്നെ. അല്ലെങ്കിൽ തോക്കട്ടെ, കോൺഗ്രസ് തോറ്റാൽ അന്തസ്സുണ്ട്. യമന് വേണ്ടി അടിയറ പാർട്ടി പറഞ്ഞാൽ അതുകൊണ്ട് ദോഷം വരുന്നത് ഈ പാർട്ടിക്കാണ്, താഴേക്കടയിലുള്ള ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകരാണ്. ഇവൻ്റെ ധിക്കാരം ആദ്യം മാർക്കണം. ഇവൻ്റെ പണത്തിൻ്റെ ആദ്യം മാറ്റിക്കൊണ്ട് ഇവൻ പറയണം, ഞങ്ങൾ UDF എടുക്കുന്ന തീരുമാനം UDF സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ട് അവനെ UDF എടുക്കണം. അവനെ UDF എടുക്കണ്ടെന്ന് ഞാൻ പറയില്ല. അടുത്ത് ഭരണം വരണമെങ്കിൽ അവൻ്റെ കുറേ വോട്ടുണ്ടില്ല എന്ന് ഞാൻ നിശ്ചയിക്കുന്നൊന്നുമില്ല. പക്ഷേ അവൻ്റെ ധിക്കാരത്തിന് അംഗീകരിക്കാൻ പറ്റില്ല. അവനെ കോൺഗ്രസിലേക്ക് വരണമെങ്കിൽ അവൻ ആദ്യമായി UDF സ്ഥാനാർത്ഥി ആരായാലും UDF സ്ഥാനാർത്ഥിയെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് പറയാൻ. അവന് നാളെ UDF എടുക്കില്ല എന്ന് പറയും. UDF എടുക്കാൻ എല്ലാ കക്ഷിയും തയ്യാറാണ്. ഷാരിയാടെ ചൗക്കത്തിന് തോപ്പിച്ചവനല്ലേ അവിടെ. അതൊക്കെ പാർട്ടിയല്ലേ. ചില സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെ അതിലൊന്നും ഒരു പ്രശ്നമില്ല. അന്നത്തെ രാഷ്ട്രീയ ഉണ്ട്. അതൊക്കെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല. ഈ 10 കൊല്ലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലുള്ള ഭരണവും ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ധിക്കാരപരമായ ഭരണവും ഇതെല്ലാം ജനം പഠിച്ചുകൊണ്ട് നിൽക്കുന്നത്. ജനത്തിന് കാര്യങ്ങൾ അറിയാം. ജനമെന്ന് പറയുന്നത് കാലാകാലങ്ങൾ നിങ്ങൾ ഇടതുപക്ഷത്തിന് മാത്രമേ വോട്ടുകൾ, ഞാൻ വലതുപക്ഷത്തിന് മാത്രമേ വോട്ടുകൾ, ഒരു കക്ഷി മാത്രമേ കേരളത്തിൽ ജയിക്കുകയുള്ളൂ. ഒരു 3%, 4% ആൾക്കാർ കേരളത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ പഠിച്ച് വോട്ടുകൾ മാറി തിരിഞ്ഞ് ചെയ്യും. ഞാൻ മാർക്ക് ചെയ്യില്ല. തോറ്റാലും ജയിച്ചാലും കോൺഗ്രസിന് വോട്ട് ചെയ്യും. ഇടതുപക്ഷക്കാരും വോട്ട് മാർക്ക് ചെയ്യില്ല. പക്ഷേ ഇത് ഇടതുപക്ഷ അനുഭാവികളും കോൺഗ്രസ് അനുഭാവികളും വോട്ടുകൾ മാറിയും തിരിഞ്ഞും ചെയ്യും. എന്തിനാണ് 3% ആൾക്കാർ? അവരാണ് ഇവിടുത്തെ ഭരണങ്ങൾ തീരുമാനം. അവർക്കറിയാം കേരളത്തിലെന്ന് ഉള്ള മുഖ്യമന്ത്രിയും ആ കുടുംബവും ഈ കേരളത്തിനോട് ചെയ്ത കാര്യങ്ങളെല്ലാം ഇവിടുത്തെ ജനങ്ങൾ ഈ 3% ആൾക്കാർ തിരിച്ച് ചിന്തിക്കും. ഒരു 100 സീറ്റിന് പുറത്ത് UDF അധികാരത്തിൽ വരുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാട്. കഴിഞ്ഞ 5 വർഷവും ഭരിച്ചത് പിണറായി വിജയനല്ലേ? അതാണ് പറഞ്ഞ 10 കൊല്ലം, നേരിയ 10 കൊല്ലം ഭരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഞങ്ങൾ കഴിഞ്ഞ 5ാമത്തെ തവണ ഭരിക്കുമ്പോൾ, 2ാമത്തെ ഭരിക്കുമ്പോൾ ഈ കോവിഡും കാര്യങ്ങളും വന്നപ്പോൾ അരിയും സാധനങ്ങളും മറ്റും മറിച്ചും ആൾക്കാർ കൊണ്ടു കൊടുത്തത് എല്ലാ വീട്ടുകൾ കൊണ്ട് എല്ലാ പഞ്ചായത്തുകളും മിക്ക പഞ്ചായത്തും ഇടതുപക്ഷത്തിൻ്റെ കയ്യിരുന്ന് അവരാണ് കൊണ്ടുപോകും. ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു മെമ്പറും ആളുകളും കൊണ്ട് ഇത് ഞങ്ങൾ തരുന്നതാണ്, ഞങ്ങൾ സർക്കാർ തരുന്നതാണ്. പാവപ്പെട്ട ഒരു വിഭാഗം ആൾക്കാർ വീണ്ടും അവർ വോട്ട് ചെയ്ത്. പിന്നെ 3% ആൾക്കാർ എന്ന് പറഞ്ഞത് ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അനുസരിച്ച് വന്നതുകൊണ്ടാണ് അത് സംഭവം. അതിനി സംഭവിക്കില്ല. UDF അധികാരത്തിൽ വരും. അത് പറയാൻ പാർട്ടി ഹൈക്കമാൻഡ് തരും. ഇല്ലല്ല, അങ്ങനെ ക്യൂ പറയാൻ ഞങ്ങൾക്ക് അത് എനിക്കൊരു ക്യൂ ഉണ്ട്. പക്ഷെ അത് പറയാൻ പാടില്ല എന്നാണ് പാർട്ടി. ഞാൻ ഒരു പാർട്ടിക്കാരൻ എന്നുള്ള ആര് വന്നാലും, രമേശ് ചെന്നിത്തല വന്നാലും, VD സതീശൻ വന്നാലും, മറ്റ KC വേണുഗോപാൽ
അടക്കം സുധീരനടക്കം ആര് വന്നാലും ശശി തരൂര് ശശി തരൂര് പാർട്ടിക്ക് പുറത്ത് കളയണമെന്നാണ് അഭിപ്രായം. പാർട്ടിയുടെ വോട്ടും മാറ്റിക്കൊണ്ട് വിദേശത്ത് ഈ കേന്ദ്ര സർക്കാർ വിട്ടപ്പോൾ അവിടെ സർക്കാരിനെതിരായ അനുകൂലമായും പിന്നീട് ഇന്ത്യക്ക് അനുകൂലമായി പറയാൻ പറ്റുള്ളൂ. അതിനൊന്നും ശരിയല്ല. പക്ഷെ ഒരു MP എന്നുള്ള കോൺഗ്രസിൻ്റെ ലെവലിൽ ജയിച്ചാൽ ചില കാര്യങ്ങൾ കോൺഗ്രസിന് ദോഷം വരുന്ന കാര്യങ്ങൾ തരൂർ പറയുന്നതിനോട് അംഗീകരിക്കാൻ എൻ്റെ വ്യക്തിപരമായി എനിക്ക് താല്പര്യമില്ല. താല്പര്യം മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ്സുകാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളെന്നുള്ള നിലയിൽ ഇക്കായ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയാണ്. എല്ലാ മതസൗഹാർദ്ദത്തെയും ഒരുപോലെ കാണുന്ന ഒരു കാഴ്ചപ്പാടുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഞങ്ങൾക്ക് ഇവിടെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ എല്ലാ സമുദായത്തെയും ഈ പഞ്ചായത്തിൽ മുസ്ലിങ്ങൾ കൂടുതലുള്ള ഒരു മേഖലയാണ്. എങ്കിൽ പോലും ഞങ്ങൾ എല്ലാ സമുദായത്തെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. മോള് ഘടകങ്ങളിൽ വരുമ്പോഴേക്കും ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾ കൂടുതലും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നത് ഒരു ജനാധിപത്യ കക്ഷി അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. അതേസമയം ക്രിസ്ത്യൻ മേഖലയിൽ ഇപ്പോൾ പിന്നീട് ഉമ്മൻചാണ്ടി പിന്നീട് AK ആൻ്റണി ആ ടീം വന്നപ്പോൾ അവർ അതിൻ്റെ തലപ്പത്തിരുന്ന ഈ പാർട്ടിയുടെ തലപ്പത്തിരുന്നു. അവർ രണ്ടുപേരെയും പിന്നോട്ട് പോയപ്പോഴേക്കും ആ സമുദായത്തിൽ നിന്ന് തലപ്പത്തേക്ക് ഒരു പാർട്ടിക്ക് ആളില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ KPC പ്രസിഡന്റ് വന്നത്. എല്ലാ സമുദായത്തിൽ നിന്ന് ഈ പാർട്ടിക്ക് ഇപ്പം പുനഃസംഘടനയോടുകൂടി കൊടുത്തിട്ടുണ്ട്. എൻ്റെ കാഴ്ചപ്പാടിൽ പാർട്ടി എല്ലാ സമുദായത്തെയും ഒരുപോലെ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഇതൊന്ന് ജനാധിപത്യ കക്ഷി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഇവിടെ അപകടങ്ങളാണ് വരുന്നത്. BJPയുടെ ലൈനല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാവരെയും കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അത് ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഭവിച്ചെന്ന് വരും. എങ്കിലും ജനാധിപത്യ കക്ഷി എന്നുള്ള എല്ലാ സമുദായങ്ങളെയും ഒന്നിച്ചു സുധാകരനെ മാറ്റിയത് ശരിയായോ? സുധാകരന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞേ മാറ്റാവുന്നുള്ള ആയിരുന്നു എൻ്റെ ഒരു വ്യക്തിപരമായ അന്ന് ഈ അല്ലെങ്കിൽ തന്നെ AICC എടുക്കാനുള്ള ഒരാളിനെ KPC പ്രസിഡന്റ് ആക്കുമ്പോൾ 3 കൊല്ലം കഴിഞ്ഞാൽ ആളിനെ മാറ്റി വന്നൊരു വൈല കൊണ്ടുവന്നാൽ 3 കൊല്ലം കഴിയുമ്പോൾ അയാൾ ഓട്ടോമാറ്റിക്കായിട്ട് പോയി. ഇയാൾ നല്ലപോലെ പ്രവർത്തിക്കുന്നുള്ള ആൾ, ഒരു പാർട്ടിക്കാരൻ്റെ എന്തെങ്കിലും ചെയ്താൽ അവിടെ അപ്പടി പ്രതികരിക്കുന്നുള്ള ആളാണ്. അദ്ദേഹത്തിനെ മാറ്റുമ്പോൾ സ്വാഭാവികം ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഒരു പ്രയാസങ്ങളുണ്ടായി. കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് എവിടെ അപകടം വരുന്നു അവിടെ സുധാകരൻ്റെ സൗണ്ട് കേൾക്കാറുണ്ട്. ഞങ്ങളന്ന് കരുണാകരൻ്റെ കൂടെ നിൽക്കുന്ന സമയമാണ്. കരുണാകരനെ കൊണ്ടുവന്ന ആ ടീമുകളിൽ പലരും അയാൾ അവസാന റൗണ്ടിൽ തള്ളിപ്പറഞ്ഞെങ്കിൽ പോലും സുധാകരനെ പോലെ കൊണ്ടുവന്നിട്ടുള്ള ആ കണ്ണൂരെ സംബന്ധിച്ചിട്ട് ഇറങ്ങി കിടക്കാത്തടത്ത് MP അയാളെ ഉണ്ടാക്കി. അയാൾ 1-2 തവണ 3-4 തവണ ജയിച്ചു. ആ K മുരളി തന്നെയാണ് ആക്കിയിരുന്നുവെങ്കിൽ ഈ ഒരു പ്രശ്നം വരിയില്ലായിരുന്നു. അതുപോലെ ശബ്ദിക്കുന്ന ഒരാളാണ് കരുണാകരൻ്റെ പതിപ്പായി തന്നെയാണ് ഈ കേരളം ഒറ്റുനോക്കുന്ന ഒരു നേതാവ് K മുരളീധരനാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ. ഞാൻ കരുണാകരൻ ഈ നിലനിൽക്കുന്ന 2 നേതാവ് എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയും K കരുണാകരൻ. ബാക്കിയുള്ളവരെല്ലാം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് പോലും ഇവരെ പിറകെയാണ് ഞാൻ എൻ്റെ മനസ്സിലുള്ളത്. അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരികയാണെങ്കിൽ പ്രിയങ്കയായിരിക്കും രാഹുൽ ഗാന്ധി ആയിരിക്കും? അത് 100% രാഹുൽ ഗാന്ധി ആയിരിക്കും. അത് പറയില്ല. അത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം. ഇപ്പോൾ ഇന്ത്യയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവായി രാഹുൽ ഗാന്ധി മാറി. അന്ന് രാഹുൽ ഗാന്ധി ഒതുങ്ങി നിൽക്കുകയും വിദേശത്ത് പോവുകയും മറ്റു കാര്യങ്ങളുമൊക്കെ. ഇന്ന് അങ്ങോളം ഇങ്ങോളം ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും കടന്നു കയറി ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് വേണ്ടി ജീവിക്കുന്നൊരു തുനി വരുത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു. ഈ കഴിഞ്ഞ 1-ാം പിണറായിയിൽ നിന്നും 2-ാം പിണറായിലേക്ക് വന്നപ്പോഴേക്കും താഴെ തട്ട് മുതൽ താഴെ ലോക്കൽ കമ്മിറ്റി അടക്കം മുതൽ മുകളിലോട്ട് ബ്ലോക്ക് കമ്മിറ്റിയിലുള്ള എല്ലാ സാധാരണ പ്രവർത്തകനും മുഖ്യമന്ത്രിയോട് അമർഷമുള്ള ഇടതുപക്ഷ പ്രവർത്തകരും അനുഭാവികളുമാണുള്ളത്. ഈ മുഹമ്മദ് റിയാസിനെ ഇയാൾ മന്ത്രിയായി കൊണ്ടുവന്നതിൽ തന്നെ അമർഷമുള്ളവരുണ്ട്. അത് സമുദായത്തിൻ്റെ പേരിലല്ല. അയാൾ പെട്ടെന്ന് വരാൻ യോഗ്യം തന്നെയാണ്. SFIയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നേക്ക് വരാം.
പക്ഷേ ഇയാൾ എല്ലാം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് വന്ന് ഇയാളെ മരുമകൻ എന്നുള്ള നിലയ്ക്ക് എല്ലാ സ്വാധീനവും ഇയാൾക്ക് കൊടുക്കുന്നത് പാർട്ടിക്കകത്ത് അമർച്ചമുണ്ട്. അതിനോട് വ്യക്തിപരമായ അത്രയും വകുപ്പുകൾ കൊടുത്ത ഹൈലാക്കുന്ന അയാളെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടിയും CPM-ൻ്റെ ഒരു കേഡൽ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇയാൾ ഒരിക്കലും വരില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. വരുന്നോ വരില്ലേ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.